പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങുന്നൊരു വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. എടയാർ വ്യവസായ മേഖല, വരാപ്പുഴ പ്രദേശങ്ങളിലാണ് നൂറുകണക്കിന് മീനുകൾ ചത്തുപൊങ്ങിയത്. വ്യവസായ മേഖലയിലെ മാലിന്യങ്ങളാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് മത്സ്യ കർഷകർ ആരോപിക്കുന്നു. ഈ നമ്മുടെ ഈ കൂട് മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് ഒത്തിരി കോതാടുണ്ട്, പിന്നെ ചേരാന്തൂരി, പിന്നെ അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. എല്ലാവരുടെയും കംപ്ലീറ്റ് മീനെല്ലാം പോയേക്കണേ. ഈ കമ്പനികളും എപ്പോഴും സ്ഥിരമായിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കണേ. ഇതാണ് നമ്മുടെ സ്ഥിരം പരിപാടി. ഇങ്ങനെ കോരിക്കളയാ പറയാൻ പറ്റില്ല. കാരണം ഇവർ നൈറ്റ് രാത്രിക്കാണ് ഈ വെള്ളം തുറന്നു വിടുന്നത്. 1 ലക്ഷത്തിന് മേളിലുണ്ടാവും. കാരണം ഇനി പൊങ്ങി വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കോരിക്കൊണ്ടിരിക്കണ മാത്രമേ ഉള്ളൂ. ഇതേ മലിനീകരണം അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു കുന്നത്തിനും വന്നില്ല ഇവിടെ. അവർ ബോട്ടായിട്ട് വരും. നല്ല വെള്ളമുള്ള സമയത്ത് അവർ എടുത്ത് നോക്കും. ആ കുഴപ്പമില്ലൊന്നും പോകും. ഇവരെല്ലാം കൂടെ ഒത്താശല്ലേ. ഇപ്പം എന്ത് പറയാൻ പറ്റും? നമ്മളിൽ തന്നെ നമ്മുടെ ഗതികേട്. ചത്തുപൊങ്ങിയ മീനുകൾ മാർക്കറ്റുകളിൽ വിൽക്കുന്നതായും പരാതി ഉയരുന്നു. വരാപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുകയാണ്. അശ്വിൻ, പറയൂ വിശദാംശങ്ങൾ. നേരത്തെ നമ്മൾ കണ്ടൊരു മത്സ്യ കർഷകനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പെരിയാറിന്റെ തീരത്ത് ഒരുപാട് ഇങ്ങനെ മത്സ്യ കൂടുകളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നതും ഒരു ചെറിയ മത്സ്യക്കൂട്ടിലാണ്, മത്സ്യ വളർത്ത കേന്ദ്രത്തിലാണ്. ഇവിടെ കരിമീനും കാളാഞ്ചിയും അടക്കമുള്ള മീനുകളാണ് ഇവർ വളർത്തുന്നത്. ഇത് പൂർണ്ണമായും ഇന്നലെ രാത്രി ഈ ഫാക്ടറിയിൽ നിന്നുള്ള വിഷജലം ഇതിലേക്ക് തള്ളിയതോടെ, പെരിയാറിലേക്ക് തള്ളിയതോടെ ചത്തുപൊങ്ങി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇതൊരു ഉപജീവനത്തെ, ഒരുപാട് പേരുടെ ഉപജീവനത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായി കൂടി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കരിമീനാണ്. മാർക്കറ്റിൽ ഏകദേശം കിലോയ്ക്ക് 650 രൂപയാണ് ഇതിന്റെ വില. അങ്ങനെ ഏകദേശം അതിന്റെ മാത്രം കണക്ക് നോക്കുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇവിടുത്തെ കർഷകന് നഷ്ടം വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താണ് അവസ്ഥ? കടം മേടിച്ചും ലോൺ എടുത്തും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഓരോ വർഷവും ഈ വെള്ളം ഏത് കമ്പനിയിൽ നിന്നാണെന്ന് പോലും തിരിച്ചറിയാണ്ട് ഇവിടുത്തെ അധികാരികൾക്കോ ഉദ്യോഗസ്ഥർക്കോ സാധിക്കുന്നില്ല. പൊല്യൂഷൻ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. പക്ഷേ ചാനലുകളിൽ വരുന്നു, പേപ്പറുകളിൽ വരുന്നു. ഞങ്ങളുടെ ഈ നഷ്ടത്തിന് ആരാണ് പരിഹാരം കാണുന്നത്? എത്ര ലക്ഷം രൂപയുടെ പരിഹാരം ഉണ്ടാകുന്നത്? എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്ക് അറിയാവോ? ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും നഷ്ടപരിഹാരം എന്നൊരു തുക കിട്ടിയിട്ടുണ്ടോ? നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കൂട് കൃഷിയിൽ നിന്ന് 5-6 ലക്ഷം രൂപ മുടക്കിയത് മാത്രമേ ഉള്ളൂ. പോകുന്ന മീനുകളെല്ലാം ചത്തുപോകുന്നു. ഇതിനൊരു പരിഹാരം ഇന്ന് വരെ ഞങ്ങൾ ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. അതാണ് ഈ ഇവിടെ മാത്രം ഒരു കർഷകന് മാത്രമാണ് ഈ 5 ലക്ഷം രൂപയുടെ നഷ്ടം എന്ന് പറയുന്നത്. അത് പലപ്പോഴും മുൻ വർഷങ്ങളിലും സമാനമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇക്കാലം അത്രയും ഉണ്ടായ നഷ്ടങ്ങളിൽ 1 രൂപ പോലും നഷ്ടപരിഹാരം എന്നോണം കിട്ടിയിട്ടില്ല. ഈ ഇങ്ങനെ മലിനജലം തള്ളുമ്പോൾ 3-4 ലക്ഷം രൂപയൊക്കെ നഷ്ടമുണ്ടാകുന്നു എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചുണ്ടാകുന്നത്. ഇങ്ങനെ നൂറുകണക്കിന് മത്സ്യ കർഷകരാണ് നമ്മൾ ഈ കാണുന്ന ഈ പെരിയാറിന്റെ തീരത്ത് പലയിടങ്ങളിലായി ഇങ്ങനെ മത്സ്യകൃഷി നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ അങ്ങിങ്ങായി പല കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ഈ മത്സ്യങ്ങളെ വളർത്തുന്ന കേന്ദ്രങ്ങളുണ്ട്. അവരത് മാർക്കറ്റിൽ വിൽക്കുന്നതാണ്. അപ്പോൾ നേരത്തെ എസ്കൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പലയിടങ്ങളിൽ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെ പല ആളുകളും അത് കവറുകളിലാക്കി മാർക്കറ്റുകളിൽ കൊണ്ട് വിൽക്കുന്നു എന്നുള്ളൊരു പരാതിയുമായി ഒരു പ്രേക്ഷകൻ നമ്മളെ വിളിച്ചിരുന്നു. എന്തായാലും അത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുകൂടി അറിയുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി ഇപ്പോൾ നേരിടുകയാണ്. എന്തായാലും ഇവരുടെ പ്രശ്നം വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഉപജീവനത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എസ്കൻ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വരാപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.